ഇനി അടുത്ത തെജ്വീദാണ്. ഇന്നത്തെ തെജ്വീദ് നമ്മൾ പഠിച്ചത് ഹുറൂഫുൽ ഹിജായിയ പഠിച്ചു കഴിഞ്ഞു, അതായത് അറബിക് അക്ഷരമാലകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹുറൂഫുൽ ഹൽഖ്. ഹൽഖിൽ നിന്ന് ഈ അക്ഷരമാലയിൽ തന്നെ ഓരോന്നിനും ഓരോ വകഭേദങ്ങളുണ്ട്, ഓരോന്നും ഓരോ വിഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതിന്ന് ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെ പറ്റി പറയുന്നത്, അതായത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ, ഹുറൂഫുൽ ഹൽഖ്. എല്ലാവരെയും നോട്ട്ബുക്ക് വേണം, നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം കേട്ടോ, എന്നിട്ട് വേണം പഠിക്കാനായിട്ട്. ഹുറൂഫുൽ ഹൽഖ്, ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ. ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ എന്നർത്ഥം. 6 അക്ഷരങ്ങളാണിത്. 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഹൽഖിലുള്ളത്. ഒന്ന് ഹംസ, ഹംസ ഒന്ന്. മറ്റത് രണ്ടാമത്തെ കെട്ടുള്ള ഹ. നമ്മൾ ഹ വ യ എന്ന് പറഞ്ഞില്ല, അവസാനം ഏറ്റവും അവസാനം ഹുറൂഫുൽ ഹിജായില് ആ കെട്ടുള്ള ഒരു ഹ ഉണ്ടല്ലോ, ലാമ് മീമ് നൂന് ഹ വ യ, ഹ എന്ന കെട്ടുള്ള ഹ. പിന്നെ ഐൻ, ഐനാണ്. പിന്നെ ഹ, ജീമ് കഴിഞ്ഞിട്ടുള്ള ഹ. പിന്നെ ഹ, ഹ കഴിഞ്ഞിട്ടുള്ള ഹ. പിന്നെ ഗൈൻ, ഗൈൻ എന്ന് പറഞ്ഞാൽ ഐനിന് പുള്ളിയിട്ടിട്ടുള്ള ഗൈൻ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹംസയും ഹായും നമ്മളൊരു കുഴൽ പോലെ ഇങ്ങനെ നമ്മൾ തൊണ്ട വരയ്ക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും അടിവശത്ത് നിന്ന്, അതായത് ഇത് നമ്മൾ വളരെ നമ്മൾ വായിൽ നിന്ന് വളരെ അകലെ നിൽക്കണ, നമ്മുടെ ചെസ്റ്റിനോട് അടുത്ത ഭാഗമായിട്ട് വരും. ഈ തൊണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ശരിക്കും ഒരു കുഴൽ പോലെ ബുക്കിൽ ഇങ്ങനെ വരച്ചു വെക്കുക. ആ കുഴൽ, തൊണ്ടയുടെ കുഴല്, ആ കുഴലിന്റെ ഏറ്റവും അടിവശത്താണ് രണ്ട് കുഴൽ വരയ്ക്കണം. ഒരു കുഴൽ എന്ന് പറഞ്ഞാൽ 2 ഭാഗം വരുമല്ലോ, അതിന്റെ ഒരു വശത്ത് ഹംസ എഴുതുക, മറ്റേ വശത്ത് ഹ എഴുതുക. എന്ന് പറഞ്ഞാല് ഇത് രണ്ടുമാണ് ഏറ്റവും അടിയിൽ നിന്ന്, തൊണ്ടയുടെ ഏറ്റവും അടിവശത്ത് നിന്ന് വരുന്ന 2 സൗണ്ടുകളാണ് ഹംസയും ഹായും. അത് നമ്മളെ ക്ലോസർ ടു ദ ചെസ്റ്റ് ആണ്, ചെസ്റ്റിനോട് അടുത്തായിട്ട് വരുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ നല്ല ഹെവിനെസ് ഉള്ള അക്ഷരങ്ങളാണ് ഈ ഹംസയും ഹാ എന്ന് പറയുന്നത്. ആ, ഇ, ഉ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള അക്ഷരമാണ്. അതുപോലെ ഹ പറയുമ്പോൾ അതെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത്, നമ്മൾ വയറുന്നൊക്കെ അതിന്റെ ഒരു ഇത് വരും, അതിന്റെ ഒരു എഫക്റ്റ് വരും നമുക്ക്. പക്ഷെ ഈ ഹ പറയുമ്പോൾ, കെട്ടുള്ള ഹ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മുഖത്ത്, നമ്മൾ വായുടെ അവിടെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ എയർ അധികം പുറത്തേക്ക് വരരുത് എന്നുള്ള പറയാം. അത്രയും ഉള്ളിൽ നിന്ന് തന്നെ വരണം ഈ ഹ എന്നുള്ള അക്ഷരം. താഴത്തുനിന്ന് വരുന്ന അക്ഷരമാണ്, തൊണ്ടയുടെ താഴെന്ന് വരുന്ന അക്ഷരമാണ് ഹ, ഹംസയും ഹായും. നടുവിൽ നിന്ന് വരുന്ന അക്ഷരമാണ് മിഡിൽ എന്ന് പറഞ്ഞ അക്ഷരമാണ്, തൊണ്ടയുടെ മിഡിൽ നിന്ന് അക്ഷരമാണ് ഐനും ഹായും. പുള്ളിയില്ലാത്ത ഐനും പുള്ളിയില്ലാത്ത ഹായും. ഐൻ ഹ, ഇത് രണ്ടും തൊണ്ടയുടെ നടുവിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. വസത്ത് എന്ന് പറയുന്നത്, വസത്തോ എന്ന് പറഞ്ഞാല് നടുവിൽ നിന്ന് വരുന്നത്, മിഡിൽ നിന്ന് വരുന്നതാണ് ഈ അക്ഷരം, വസത്തൽ ഹൽഖ്. ഇനി അടുത്തത് തൊണ്ടയുടെ ഏറ്റവും മേലെന്ന് വരുന്നതാണ്, അതാണ് ഗൈൻ ഹ. ഗൈൻ കുത്തുള്ള, ഐനിന് പുള്ളിയിട്ടുള്ള ഗൈനും ഹാക്ക് പുള്ളിയിട്ടിട്ടുള്ള ഹായും. അപ്പൊ അതിനൽ ഹൽഖ് എന്നാണ് അതിന് പറയാ. അത് നമ്മൾ വായുടെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഭാഗമാണ്. അത് നമ്മുടെ വായുടെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഭാഗമാണ് ഗൈൻ ഹായും. ഒന്നുകൂടെ ആവർത്തിക്കാം അക്ഷരങ്ങള്. ഹുറൂഫുൽ ഹൽഖ് 6 എണ്ണമാണ്. ഒന്ന് ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ. അംഹിൽഹും റുവൈദ, അവിടെ ഹ വന്നിട്ടുണ്ട്. അംഹിൽഹും റുവൈദ. അൻഅംത അലൈഹിം, അവിടെ രണ്ടിടത്തും ഐനുണ്ട് ഹംസയുണ്ട്. അൻഅംത, ആ എന്ന് പറയുമ്പോ ഹംസ, ഐൻ, അംത ഐൻ. അലൈഹിം, അവിടെയും ഐനാണ്. പിന്നെ ഹ, അലൈഹിം ഹ, കെട്ടുള്ള ഹ വന്നിട്ടുണ്ട്. വമിൻ ശർരി ഗാസിഖിൻ, അവിടെ വരുമ്പോൾ ഗാസിഖ്, അവിടെ ഗൈനാണ് വന്നിട്ടുള്ളത്. അതൊക്കെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. ഹക്കീമുൻ അലീം, അവിടെ ഹ വന്നിട്ടുണ്ട്. ഹക്കീമുൻ അലീം, ഐനും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖ, അവിടെ ഖ, ഖലഖ, അവിടെ ഖ എന്ന് പറയുന്നത് തൊണ്ടയുടെ ഏറ്റവും മേൽ വരുന്ന അക്ഷരമാണ്. പിന്നെ ഇൻസാൻ, അവിടെ ഹംസ വന്നിട്ടുണ്ട്, അത് തൊണ്ടയുടെ ഏറ്റവും അടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മിൻ അലഖ്, അലഖ് എന്ന് പറയുന്നത് ഐന് നടുവിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. ഇത്രയും ഉദാഹരണങ്ങൾ എഴുതി വെക്കുക. അംഹിൽഹും റുവൈദ, അവിടെ അതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഹംസയുടെ അടിയിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഹാന്റെ അടിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഹും, അവിടെയും മാർക്ക് ചെയ്ത് വെക്കണം. അൻഅംത അലൈഹിം, ഹംസ മാർക്ക് ചെയ്യണം, ഐന് മാർക്ക് ചെയ്യണം. പിന്നെ വീണ്ടും ഐനുണ്ട്, വീണ്ടും ഹ വരുന്നുണ്ട്. വമിൻ ശർരി ഗാസിഖ്, അവിടെ അത് ഗാസിഖ് എന്ന് പറഞ്ഞിട്ട് ഐന് വരുന്നുണ്ട്. പിന്നെ ഹക്കീമുൻ അലീം, അവിടെ ഹായും ഉണ്ട് ഐനും ഉണ്ട്.
ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെ ഖ ഉണ്ട്, പിന്നെ അയിനുണ്ട്, ഇത്രയും, പിന്നെ ഹംസയുണ്ട്, ഇൻസാന ഹംസയുണ്ട്, ഒക്കെ മാർക്ക് ചെയ്ത് വെക്കണം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു ഒരു ഒരു പാട്ട് പാടാം നമുക്ക് ചെറിയതായിട്ട്. حروف حلق ستة همز وهاء عين وحاء ثم غين ثم خاء. حروف حلق ستة همز وهاء عين وحاء ثم غين ثم خاء. ഹുറൂഫ് ഹൽക്ക് എന്ന് പറയുന്നത് ഹൽക്ക് നിന്ന് വരുന്ന അക്ഷരങ്ങൾ. സിത്തത്ത് അത് 6 എണ്ണമാണ്. ഹംസ് ഒന്ന് ഹംസാണ്, വഹ ആൻഡ് ഹായും, ഹംസും ഹായും, പിന്നെ ഐനുൻ, പിന്നെ ഹായും ഹ, പിന്നെ സുമ്മ പിന്നീട് ഐനും, പിന്നീട് ഹായും. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നർത്ഥം. ഒന്നുകൂടെ പാടാം. حروف حلق ستة همز وهاء عين وحاء ثم غين ثم خاء. അപ്പോൾ ഈ പാട്ടും ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ പറയുന്ന ഒരു പാഠം കൂടി പഠിക്കുന്നുണ്ട്. ഹുറൂഫുൽ ഖൽഖല. ഹുറൂഫുൽ ഖൽഖല. ഖൽഖല എന്ന് പറയുന്നത് നല്ല സ്വരഭാരത്തോട് കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഖൽഖല. അതായത് അത് വ്യക്തമാക്കി തരാം. നമ്മളെ അറബിക് അക്ഷരമാലയിലെ സ്വരഭാരത്തോട് കൂടി നല്ല പറയുന്നത്, ഞാൻ അതിനെ വിശദമായി പറയാം കേട്ടോ. അറബിക് അക്ഷരമാലയിലെ 5 അക്ഷരങ്ങളുണ്ട്. അതായത് ഖാഫ്, ത്വ, ബ, ജീമ്, ദാല്. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ നമുക്കറിയാം ഒരു വട്ടിട്ട് വരില്ല. അതായത് ആ ഈ ഉ എന്ന് പറയുന്നത്, അതായത് ഇതിലിവിടെ ബ എന്നൊക്കെ പറയുന്ന പോലെ ആ അക്ഷരങ്ങൾക്ക് സുക്കു നൽകപ്പെട്ടാൽ അത് വളരെ സ്ഫുടമായി നമ്മൾ ചലനാത്മകമായും നല്ല സ്വരഭാരത്തോട് കൂടി ഉച്ചരിക്കണം. അതിന് പറയാ ഹുറൂഫുൽ ഖൽഖല. നല്ല സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക. ഇതിന് നല്ല ഇതിന് സുക്കു നൽകപ്പെടുമ്പോൾ, അതായത് ഖ, ത്വ, ബ, ജീം, ദാൽ ഇത്രയും അക്ഷരങ്ങൾക്ക് സുക്കു നൽകപ്പെടുമ്പോൾ നല്ല കനപ്പിച്ചും വ്യക്തമാക്കിയും ഉച്ചരിക്കണം. ആ സുക്കൂനെ നല്ല വ്യക്തമായി ഉച്ചരിക്കണം. ഉദാഹരണം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അടുപ്പുമ്മ അതിന്റെ മുകളിൽ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാവും. ആ ചൂടാവുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ ചട്ടി വിവരം അറിയണമല്ലോ. നല്ല ചൂടായി കഴിഞ്ഞാൽ ചട്ടി വിവരം അറിയും. അതുപോലെ ഈ 5 അക്ഷരം അവിടെ അറിയണം. സുക്കു നൽകപ്പെട്ടാൽ അവിടെ ശരിക്കും അതങ്ങോട്ട് വ്യക്തമായിട്ട് അറിയണം. അതാണ് അതിന്റെ നിയമം. ഉദാഹരണം പറയാം. അതിന് പറയാം നമ്മൾ ഈ കുത്തുബ് ജദ് എന്ന് പറയാം. കുത്തുബ് ജദ് ജദ് എന്നാണ് വെല്ലിപ്പാന്റെ കുത്തുബ് ടവർ. അങ്ങനെ ഓർക്കാൻ എളുപ്പമാണ്. കുത്തുബ് ജദ് എന്ന് പറഞ്ഞാൽ വെല്ലിപ്പാന്റെ ടവർ എന്നൊക്കെ പറയാം വേണമെങ്കിൽ അർത്ഥമാണെങ്കിൽ. അപ്പോൾ സുക്കു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അടങ്ങിയിരിക്കുക എന്ന് പറയാം. ചലിക്കാത്തതാണ്, അടങ്ങിയിരിക്കുക, ജീവനില്ലാത്തതെന്നൊക്കെ പറയും. അതാണ് സുക്കൂന്. ഹറക്കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ ആ ഈ ഊന്നൊരു ഹറക്കത്ത് നൽകുമ്പോൾ അതിനൊരു ചലനം വരുന്നത്. ചലിക്കുന്നത് അപ്പോഴാണ്, ഹറക്കത്ത് നൽകുമ്പോഴാണ്. സുക്കൂനായിരിക്കുമ്പോൾ ചലനം ഉണ്ടാവില്ല. അപ്പൊ ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത് ഖുതുബ് ജദ്ദാണ്. അതിന്റെ അക്ഷരങ്ങളാണ് ഖുതുബ് ജദ്, ഖാഫ്, ത്വ, ബ, ജീം, ദാല്. ഇത്രയും അക്ഷരങ്ങൾക്ക് സുക്കു നൽകപ്പെടുമ്പോൾ അതിനെ നമ്മൾ കനപ്പിച്ചും വ്യക്തമാക്കിയും സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കണം. അതാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. ഉദാഹരണം ഖിത്മീർ. ത്വാക്ക് നമ്മൾ സുക്കു നൽകപ്പെട്ടപ്പോൾ ത്വ എന്ന് തന്നെ പൂർണ്ണമായി ഉച്ചരിക്കണം. ഖിത്മീർ. ഹബിലും മിൻ മസദ്. ഹബില് എന്ന് പറയുമ്പോൾ ബാക്ക് സുക്കൂനാണ്. ഹബ്ല് എന്ന് പറയാൻ പാടില്ല. ഹബിലും മിൻ മസദ്. മസദ് എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂനാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഉച്ചരിക്കണം. പിന്നെ യജ്അലൂൻ. ജാക്ക് സുക്കൂനാണ്. യജ്അലൂൻ എന്ന് പറയാൻ പാടില്ല. യജ്അലൂൻ. പൂർണ്ണമായി സുക്കൂനോട് കൂടിയിട്ട് നല്ല പൂർണ്ണമായി കനപ്പിച്ച് വ്യക്തമായി ഉച്ചരിക്കണം. വസ്സമാഇ വത്വാരിഖ്. എന്നുള്ളത് ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ ഉച്ചരിക്കണം. വസ്സമാഇ ദാതിൽ ബുറൂജ്. ജ് എന്നുള്ള അക്ഷരം വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഇത് സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ട്. അതായത് നമ്മള് ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലേ, അതും സൂറത്തുൽ ബുറൂജ് നന്നായി പാരായണം ചെയ്ത് നോക്കുക. ഇതിന്റെ എക്സാമ്പിൾസ് ആയി നല്ലോണം ഉണ്ടാവും. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുക്കൂൻ ഖുതുബ് ജദ് എന്നുള്ള സുക്കൂന് ഇടയ്ക്ക് ഒരു വാക്കിന്റെ ഒരു വേർഡിന്റെ നടുവിൽ അല്ലെങ്കിൽ ഇടയിലായിട്ട് വരും, ചിലപ്പോൾ അവസാനം വരും. നടുവിൽ വരുമ്പോൾ അതിന് ഖൽഖലത്തു സുഗ്റ എന്ന് പറയും, ചെറിയ ഖൽഖല.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഖിത്തുമീർ, അവിടെ നമ്മൾ അതിനെ ഖിത്തുമീർ എന്ന് പൂർണ്ണമായി പറയണമെങ്കിലും അത് അവിടെ വെക്കാത്ത കാരണം പറഞ്ഞു പോവുക ചെയ്യുന്നത്. അതേസമയം നമ്മൾ അവസാനം പറയണമെങ്കിൽ ഇപ്പോൾ ദാത്തിൽ ബുറൂജ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് തന്നെ അതിനെ കുറച്ചും കൂടെ മറ്റേനേക്കാളും കുറച്ചും കൂടെ സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഖൽഖലത്തുൽ കുബറ എന്ന് പറയും. ഖൽഖലത്തുൽ സുഅറ, ഖൽഖലത്തുൽ കുബറ. സുഅറ എന്ന് പറയുന്നത് വാക്കിന്റെ ഇടയിൽ വരുമ്പോഴാണ് സുഅറ, ചെറുത് എന്നർത്ഥം. കുബറ എന്ന് പറഞ്ഞത് വലിയത്, വലിയ ഖൽഖല, അതായത് വാക്കിന്റെ അവസാനം വരുമ്പോഴാണ് ഖൽഖലത്തുൽ കുബറ വരുന്നത്. ഉദാഹരണം ബുറൂജ്, ത്വാരിഖ്, മസദ് എന്നൊക്കെ പറയുമ്പോൾ അത് ഖൽഖലത്തുൽ കുബറയാണ്, വലിയ ഖൽഖല. മറ്റേ ഇടയിൽ വരുമ്പോൾ അതിന് ഖൽഖലത്തുൽ സുഅറ, ചെറുത്, സഗീർ എന്നൊക്കെ പറയില്ല, ചെറുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സുക്കൂനിൽ തുടങ്ങുന്ന ഒരൊറ്റ വാക്കും അറബിയിലില്ല. സുക്കൂൻ തുടങ്ങുന്ന ഒരൊറ്റ വാക്കുമില്ല. ഇപ്പം ഇംഗ്ലീഷിൽ നമുക്കറിയാം, ഇപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്പീക്ക്, സ്റ്റുഡൻറ്റ്, ഫ്ലോർ എന്നൊക്കെ പറഞ്ഞാൽ സുക്കൂനിലാണ് അവസാനിക്കുക, എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫ്ലോർ, എഫ് എന്ന് പറഞ്ഞാൽ, ഗ്ലോറിയസ്, പ്ലൂരൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉദാഹരണം പറയുമ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ സുക്കൂൻ തുടങ്ങും. മലയാളത്തിലാണെങ്കിൽ സ്ഫടികം, പിന്നെ സ്ഫുടമായിട്ട്, ശ്മശാനം, മ്ലാനത, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ അതൊക്കെ നമുക്ക് സുക്കൂനിൽ തുടങ്ങാൻ പറ്റും. പക്ഷെ അറബിയിൽ നമുക്ക് ഒരിക്കലും ഒരു വാക്ക് സുക്കൂനിൽ തുടങ്ങില്ല. പക്ഷെ നിർത്തുമ്പോൾ നമ്മളത് സെന്റൻസിൽ സെന്റൻസ് നിർത്തുന്നെങ്കിൽ മിക്കവാറും അത് സുക്കൂനിൽ നമുക്ക് നിർത്താൻ പറ്റും. സുക്കൂനിലായിരിക്കും മിക്കവാറും നിർത്തുക. അതല്ലാതെ സുക്കൂനിലൊരു വാക്ക് നമ്മൾ തുടങ്ങില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും അതിന്റെ മുമ്പ് ഒരു വാക്ക് വെച്ചു കൊടുക്കും നമ്മൾ. ഇപ്പൊ നമ്മൾ ബ എന്ന് പറയാൻ പാടില്ല, സത്യത്തില് അങ്ങനെയല്ല പറയേണ്ടത്. അതിന്റെ മുമ്പ് ഒരു വാക്ക് വെച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു ഹംസ വെച്ചു കൊടുക്കുന്നെങ്കിൽ അബ്, അബ്, അഖ്, അഖ്, അജ്, അത്, അങ്ങനെ നമ്മൾ ശരിക്ക് അതുപോലെ മുന്നൊരു വാക്ക് വെച്ചു കൊടുത്തിട്ടാണ് പറയാന്. അല്ലാണ്ട് ബ ത്വ എന്നല്ല പറയേണ്ടത്. അബ്, അഖ്, അഖ്, അജ്, അത്, അങ്ങനെ പറയണം. ഇപ്പൊ ആൽഫബറ്റ്സ് പറയുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ സുക്കുൻ വെച്ച് പറയുന്നുണ്ടെങ്കിൽ മുന്നിലൊരു വാക്ക് വെച്ചു കൊടുക്കുക. അബ്, അസ്, അസ്, അജ്, അഹ്, അഹ്, അത്, അദ്, അർ, അസ്, അസ്, അഷ്, അസ്, അദ്, അത്ത്, അദ്, അർ, അർ, അഫ്, അഖ്, അക്, അൽ, അം, അൻ, അഹ്, ഔ, ഔയ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ള കുത്തുബുജതല്ലാത്ത ഏത് അക്ഷരത്തിനും സുക്കു നൽകപ്പെട്ടാലും അത് പൂർണ്ണമായി ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട് കേട്ടോ. കുത്തുബുജതല്ലാത്ത ഏത് അക്ഷരം വന്നാലും നമ്മൾ അവിടെ പൂർണ്ണമായി ഉച്ചരിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞത് അത്ത്, അത്ത് എന്ന് പറയുമ്പോൾ അത്ത് എന്ന് പറയരുത്. അത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. അത്ത്, അഫ്, അഫ് എന്ന് പറയാൻ പാടില്ല. അഫ്, അഹ്, അഹ് എന്ന് പറയും, അഹ് എന്ന് പറയാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ ദിക്ർ എന്ന് പറയുകയാണെങ്കിൽ ദിക്ർ എന്ന് പറയരുത്, ദിക്ർ, ദിക്ർ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതിനെ പൂർണ്ണമായി സുക്കൂൻ കൊടുക്കുമ്പോൾ പൂർണ്ണമായി ഉച്ചരിക്കാൻ പാടില്ല. ഈ കുത്തുബുജദ് അല്ലാത്ത ഏത് അക്ഷരത്തിനും സുക്കു നൽകപ്പെട്ടാലും പൂർണ്ണമായി അതിനെ സുക്കു നൽകി ഉച്ചരിക്കരുത്. അതങ്ങനെ ബൗൺസ് ചെയ്ത് അതിന് തൊട്ട് നമ്മൾ ബൗൺസ് ചെയ്ത് താഴത്തേക്ക് ഇടുന്ന പോലെ അത് അതിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുകയാണെങ്കിൽ അൽ ഫിഷർ, ഉദാഹരണത്തിന് അൽ ഫിഷർ, അവിടെ അൽ അൽ അൽഫി അൽഫി പറയാൻ പാടില്ല, അൽഫി. പിന്നെ ഷഹർ, ഷഹർ എന്ന് പറയുമ്പോൾ ഹാക്ക് സുക്കൂനാണ്. ഷഹർ എന്ന് പറയാൻ പാടില്ല, ഷഹർ, അവനെ എറിഞ്ഞിടണം. ഇത്രയും കാര്യം. ബി ഇദ്ന്, ഇദ്ന് ഇതാൾക്ക് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് എന്ന് പറയുന്നത് ബി ഇദ്നി റബ്ബിഹിം, ബി ഇദ്നി റബ്ബിഹിം. നമ്മൾ ഇതാക്ക് സുക്കു നൽകുമ്പോൾ പൂർണ്ണമായി ഉച്ചരിക്കരുത്. ഈ കുത്തുബുജദ്ദിന് മാത്രം സുക്കു നൽകുമ്പോൾ പൂർണ്ണമായി ഉച്ചരിക്കാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.